പാലക്കാട് ജില്ലയിലെ മനോഹരമായ മലമ്പുഴ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ഓഫ് ബീറ്റ് വിനോദസഞ്ചാര കേന്ദ്രമാണ് ആനക്കല്ല്. പ്രശസ്തമായ കവ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ പ്രദേശം വരുന്നത്. കാറ്റും മലനിരകളും ജലാശയവും ചേരുന്ന ഇവിടം സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ മലമ്പുഴ ജലാശയത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ദ്വീപിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന പ്രദേശമാണിത്. കവ ഉൾപ്പെടുന്ന ഈ പ്രദേശം കേരളത്തിലേക്ക് കാലവർഷം എത്തുന്ന പ്രവേശന കവാടമായി അറിയപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഇതിനെ മഴമേഘങ്ങളുടെ ഗർഭപാത്രം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മലമ്പുഴ ഗാർഡനിലെ തിരക്കുകളിൽ നിന്നും മാറി തികച്ചും ശാന്തവും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതുമായ അന്തരീക്ഷമാണ് ആനക്കല്ലിലുള്ളത്. ഇവിടെ വന്നാൽ മലമ്പുഴ ഡാമിന്റെ മനോഹരമായ വിദൂര ദൃശ്യങ്ങളും ചുറ്റുമുള്ള പച്ചപ്പും ആസ്വദിക്കാം. അതിമനോഹരമായ സൂര്യാസ്തമയ ദൃശ്യങ്ങൾ പകർത്താനായി നിരവധി ഫോട്ടോഗ്രാഫർമാർ ഇവിടെ എത്താറുണ്ട്. മലമ്പുഴയിൽ നിന്നും കവ വഴി ആനക്കല്ലിലേക്ക് പോകുന്ന റോഡ് റബ്ബർ തോട്ടങ്ങളാലും കാട്ടുപാതകളാലും മനോഹരമാണ്. ബൈക്ക് റൈഡുകൾക്കും ഡ്രൈവിങ്ങിനും ഇത് ഏറെ അനുയോജ്യമാണ്. ഈ പ്രദേശം സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം മൺസൂണിന് ശേഷമുള്ള കാലവുമാണ്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ ഇവിടെ പച്ചപ്പണിഞ്ഞു നിൽക്കും. അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും മികച്ച സമയം. ഉച്ച സമയങ്ങളിൽ ഇവിടെ കടുത്ത ചൂട് അനുഭവപ്പെടാറുണ്ട്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 14 to 16 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. മലമ്പുഴ ഡാമിന്റെ പ്രവേശന കവാടം കഴിഞ്ഞ് റോക്ക് ഗാർഡൻ റോഡിലൂടെ മലമ്പുഴ കവ ആനക്കൽ റിംഗ് റോഡ് വഴി ഇവിടെ എത്തിച്ചേരാം. ആനക്കൽ ജംഗ്ഷനിൽ തന്നെ ഒരുപാട് കടകളും മറ്റും ലഭ്യമായതുകൊണ്ട് ഭക്ഷണത്തിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഡാമിന്റെ വൃഷ്ടിപ്രദേശമായതിനാൽ വെള്ളത്തിലിറങ്ങുന്നത് അപകടകരമാണ്. ചില സമയങ്ങളിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാറുള്ളതിനാൽ വനമേഖലകളിൽ കൂടുതൽ സമയം തങ്ങരുത്. ഇതൊരു പരിസ്ഥിതി സൗഹൃദ മേഖലയായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കാതെ ശ്രദ്ധിക്കണം. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് കേട്ടറിവില്ലാത്തത് കൊണ്ട് തന്നെ മലമ്പുഴയും അതുപോലെ തന്നെ കവയും സന്ദർശിക്കാൻ എത്തുന്നവർ ഇവിടെ എത്തിച്ചേരാറില്ല. ആനക്കല്ലിലെ മലമ്പുഴ ഡാമിന്റെ ഈ ഒരു പ്രദേശം മുൻപ് സന്ദർശിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.